പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമസ്കാരം. മാജിക് പെൻ എന്ന നമ്മുടെ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കാരമ്പത്തൂർ AUP സ്കൂളിലെ അധ്യാപകനാണ്. ദിലീപ് എന്നാണ് പേര്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് കൊച്ചനുജൻ എന്ന കവിതയുമായി അതിൻ്റെ ആസ്വാദന കുറിപ്പ് എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം എന്നാണ് നാം അതിലൂടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്നാണ് നാം പരിശീലിച്ചത്. ഇന്ന് ഈ ക്ലാസ്സിൽ മറ്റു രണ്ട് ശേഷികളാണ് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഡയറിയാണ്, മറ്റൊന്ന് കത്താണ്. ഈ രണ്ടും പല ഘട്ടങ്ങളിൽ മൂന്നാം തരം മുതൽ നിങ്ങൾ എഴുതി ശീലിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ നിരവധി തവണ ഇത് നമ്മോട് ചോദിക്കാറുണ്ട്. ഡയറി 2ാം ക്ലാസ്സിൽ എഴുതുന്നത് പോലെ എഴുതിയാൽ പോരാ, 5ലെത്തിയാൽ, 6ലായാൽ, 7ലായാൽ. പലപ്പോഴും ഡയറിയുടെ വലിപ്പം കുറഞ്ഞു എന്ന് വരാം, പക്ഷെ ഡയറിയുടെ മുറുക്കം കൂടി വരണം. അതാണ് ലളിതമായി പറഞ്ഞാൽ. ഡയറിയുടെ വലിപ്പം കുറഞ്ഞോട്ടെ, ഡയറിയുടെ മുറുക്കമാണ് കൂടേണ്ടത്. ഒന്ന് ചോദിക്കട്ടെ, ഈ ഡയറി ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്? ഡയറിക്ക് എത്ര വായനക്കാരുണ്ട്? ഒരു കഥ എഴുതുന്നത് ഒട്ടനേകം വായനക്കാർക്ക് വേണ്ടിയാണ്. കവിതയും അങ്ങനെ തന്നെ, ആസ്വാദനക്കുറിപ്പും അങ്ങനെ തന്നെ, അനുഭവ വിവരണവും അങ്ങനെ തന്നെ. എന്നാൽ ഡയറിക്ക് യഥാർത്ഥത്തിൽ ഒരേ ഒരു വായനക്കാരനേ ഉള്ളൂ. ആരാണ് ആ വായനക്കാരൻ? ഡയറി എഴുതുന്ന ആള്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ഡയറിക്ക് മറ്റൊരു വായനക്കാരൻ കൂടിയുണ്ട്. അതാണ് അധ്യാപകർ, അത് വിലയിരുത്തുന്ന അധ്യാപകർ. യഥാർത്ഥത്തിൽ ഡയറി എന്ന് പറയുന്ന ആ കാര്യത്തെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, ഞാൻ ഡയറി എഴുതുന്നത് എനിക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? എൻ്റെ ഇന്നലകളെ, എൻ്റെ നാളകളെ എനിക്ക് ഓർത്തെടുക്കാൻ, ആ ഓർത്തെടുക്കലിലൂടെ എന്നെ വിലയിരുത്താൻ, എൻ്റെ സമൂഹത്തെ വിലയിരുത്താൻ, എൻ്റെ വ്യക്തിബന്ധങ്ങളെ വിലയിരുത്താൻ, എൻ്റെ വീടിനെ വിലയിരുത്താൻ, എൻ്റെ നാടിനെ വിലയിരുത്താൻ. മറവിയിലേക്ക് വയസ്സാകും തോറും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഓർത്തെടുക്കുന്ന രീതിയിലേക്ക് തുടർച്ചയായ ഡയറിയുടെ എഴുത്ത് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, താൻ എങ്ങനെയാണ് തന്നെക്കുറിച്ച് ഓർക്കേണ്ടത്, അതാണ് അയാളുടെ ഡയറി. എന്നാൽ പരീക്ഷാ സമയങ്ങളിൽ ആ ഡയറി എഴുതാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ആ അധ്യാപിക വിലയിരുത്തുന്നത്. അതിൽ അധ്യാപികയ്ക്ക് പോലും അറിയില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകണം. അത് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഡയറിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ നിങ്ങളൊക്കെ ലൈബ്രറിയിൽ വായിച്ചിരിക്കും ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആരായിരുന്നു ആൻ ഫ്രാങ്ക്? നിങ്ങൾക്കറിയാം. 2ാം ലോക മഹായുദ്ധകാലത്ത് നെതർലൻഡ്സിൽ സീക്രട്ട് അനക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഒളിവിൽ താമസിക്കേണ്ടി വന്നത്? ഹിറ്റ്ലറുടെയും നാസികളുടെയും പട ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം. ആ സമയത്ത് ഒളിവിൽ താമസിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തൻ്റെ കുഞ്ഞു ഡയറിയെ കിറ്റി എന്ന ഓമന പേരിലാണ് വിളിച്ചത്. ഡയറി എഴുതുക ആൻ ഫ്രാങ്കിൻ്റെ ഒരു ശീലമായിരുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ യാതനകളെക്കുറിച്ച്, അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ചെല്ലാം ഡയറി എഴുതി.
അത് അവൾക്ക് വേണ്ടിയാണ് എഴുതിയത്. എന്നാൽ പിന്നീട് അവളുടെ കാലശേഷം ലോകത്തിൻ്റെ കയ്യിലേക്ക് ഈ ഡയറി എത്തപ്പെട്ടപ്പോൾ ഹിറ്റ്ലറുടെയും നാസികളുടെയും സൈന്യം എത്രത്തോളം ഭീതിജനകമായ അന്തരീക്ഷമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടത്തിയത് എന്ന് ഒരു ലോകത്തിന് മുഴുവൻ വായിച്ചെടുക്കാൻ അവളുടെ ഡയറിയിലൂടെ കഴിഞ്ഞു. അവൾ നടത്തിയ ഡയറിയുടെ രചന ഒരു ചരിത്ര പുസ്തകത്തിലേക്ക് മാറ്റപ്പെടുകയാണ്, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. അന്നത്തെ സമൂഹത്തെ വിലയിരുത്താൻ, അന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്താൻ, ഹിറ്റ്ലറുടെ രീതികളെ വിലയിരുത്താൻ എല്ലാം തന്നെ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ തലത്തിലേക്ക് വളരുകയാണ്. നിങ്ങൾ എഴുതുന്ന ഡയറിയും ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, നിങ്ങളുടെ നാടിനെ വിലയിരുത്തും, നിങ്ങളുടെ സംസ്കാരത്തെ വിലയിരുത്തും, നിങ്ങളുടെ വിദ്യാലയങ്ങളെ വിലയിരുത്തും, നിങ്ങളുടെ സമഗ്രമായ ജീവിത പശ്ചാത്തലത്തെ വിലയിരുത്താൻ നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ ഡയറിക്ക് കഴിയും എന്നുള്ളതാണ് ആത്മാംശം കലർന്ന ഡയറികളുടെ രചനയിലൂടെ സാധ്യമാകുന്നത്. ഈ ഡയറിയുടെ രചനയും UP തലത്തിലേക്ക്, അതിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കണം എന്നാണ് ഈ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ. പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറിയുടെ രൂപഘടനയാണ്. വളരെ സാങ്കേതികത്വങ്ങളൊന്നും ഇതിനില്ല. തീയതി വേണം, സ്ഥലം വേണം. നിങ്ങൾക്ക് ഡയറി എഴുതാം. അതിനുശേഷം ഒരു ഒപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കതിൽ ചേർത്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഡയറിയുടെ രൂപഘടന. ഒരു ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളുടെ ഘട്ടങ്ങളാണ്. ഏതെല്ലാം കാര്യങ്ങൾ ബോധപൂർവം അധ്യാപിക വായിക്കേണ്ട ഡയറിയിൽ ഉണ്ടാകണം. അതായത് നാം ഒരു ചോദ്യത്തിന് ഉത്തരമായി എഴുതുന്ന ഡയറിയിൽ അധ്യാപിക വിലയിരുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അതൊക്കെ നമ്മൾ ഡയറിയിൽ ഉൾക്കൊള്ളിക്കണം, വേണ്ടേ? എങ്കിലാണ് നമുക്ക് അതിൻ്റെ വിലയിരുത്തൽ സൂചകങ്ങൾക്കനുസരിച്ച മാർക്ക് ലഭിക്കൂ. അതെങ്ങനെ ഉൾപ്പെടുത്താം? അതിൽ പ്രധാനപ്പെട്ടതാണ് ആത്മാംശം കലർന്ന ഭാഷ. വളരെ ശ്രദ്ധിക്കണം. ആത്മാംശം കലർന്ന ഭാഷ, നിങ്ങളുടെ ആത്മാവിന് മാത്രം അറിയുന്ന ഭാഷ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഡയറി അധ്യാപിക വിലയിരുത്തുമ്പോൾ അധ്യാപികയ്ക്ക് പലതും മനസ്സിലാകരുത്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഡയറി അധ്യാപിക വായിക്കുമ്പോൾ അധ്യാപികയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടാവണം, സംശയങ്ങൾ ഉണ്ടാകണം. ഉദാഹരണം, അവൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടും വന്നില്ല. നിങ്ങളുടെ ഡയറിയിൽ ഒരു വാചകമാണ്. സ്വാഭാവികമായിട്ട് അധ്യാപിക വായിക്കുമ്പോൾ ആര്, എന്തേ വരാത്തത്, ഇതിനുത്തരങ്ങളില്ല. ആ ഉത്തരങ്ങൾ അധ്യാപിക തേടിപ്പോവില്ല, അല്ലെങ്കിൽ അധ്യാപകൻ തേടിപ്പോവില്ല. എന്താ കാരണം? നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ആത്മാംശം കലർന്ന ഡയറിയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനത് തേടിപ്പോണം? അത്തരത്തിലുള്ള ഭാഷ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ ഉൾപ്പെടുത്തണം. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഡയറി അല്ല എഴുതേണ്ടി വരിക. ഒരു കഥാസന്ദർഭത്തിൽ ഒരു കഥാപാത്രം എഴുതുന്ന ഡയറിയാണ് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാംശം കലർന്ന ഭാഷയിൽ ആ ഡയറി എഴുതണം. ഡയറി വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാകരുത്. അതാണ് ആത്മാംശം കലർന്ന ഭാഷയിലേക്ക് UP തലത്തിലാവുമ്പോഴേക്കും നിങ്ങളുടെ ഡയറി മാറേണ്ടതുണ്ട്. അപ്പം മറ്റൊന്ന് പാടില്ല. ഏതാ പാടില്ലാത്തത്? 2 മുതൽ 3 നമ്മൾ എഴുതുന്നുണ്ട്. ഡയറി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റു, പ്രഭാത കൃത്യങ്ങൾ കഴിച്ചു, ചായ കുടിച്ചു, ഒരു ഓർഡറാണ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ച് മണ്ടുന്നവരെ ഒരു ഓർഡറാണ്. വീട്ടിലെത്തി, കുളിച്ചു, ചായ കുടിച്ചു, പിന്നെ ഉറങ്ങി. നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന വട്ടാണ്. ഒരു ടൈം ടേബിൾ പ്രകാരമുള്ള ഡയറിയാണ്. അതൊരു വളർച്ചയെ, ഒരു ദിനത്തിൻ്റെ വളർച്ചയെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ളൊരു പ്രാക്ടീസ് മാത്രമാണ്. അതല്ല ഡയറി.
ആ ക്രമപ്പെടുത്തൽ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ ദിവസം എന്താണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഹൃദയസ്പർശിയായ കാര്യങ്ങൾ എന്തൊക്കെ, മറ്റു ദിനങ്ങളിൽ നിന്നും ഈ ദിനത്തെ വ്യത്യസ്തമാക്കിയതെന്ത് എന്നതായിരിക്കണം ഊന്നൽ. അതാണ് എൻ്റെ തുടർന്നുള്ള വായനയിൽ എന്നെ സന്തോഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓർത്തെടുക്കേണ്ടത് എന്ന ബോധ്യത്തിൽ വൈകാരികമായ അനുഭവങ്ങളെ, ഹൃദയസ്പർശിയായ സംഭവങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഡയറിയിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, ഇന്നലകളുമായി ബന്ധിപ്പിക്കണം. നാം ഒരു ദിവസം മാത്രം എഴുതുന്ന ഡയറിയല്ല. ഇന്നലെയും ഞാൻ എഴുതിയിട്ടുണ്ട്, ആ ബോധ്യമുണ്ട്. അതിൽ ഇന്നത്തെ പ്രതീക്ഷകളുണ്ട്. അത് മുഴുവൻ നടന്നിട്ടുണ്ടോ? ഇന്നലത്തെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി വല്ലതുമാണോ ഇന്ന് നടന്നത്? ഇന്നലെയുമായി ഒരു ബന്ധം വേണം. അതേപോലെ തന്നെ നാളത്തെ പ്രതീക്ഷകൾ വേണം. എല്ലാം വേണമെന്നല്ല, എല്ലാം ആവാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആത്മാംശം കലർന്ന ഭാഷയും വൈകാരികമായ അനുഭവങ്ങളുടെ ക്രമപ്പെടുത്തലും ഇന്നലെയും നാളെയുമായുള്ള പരസ്പര ബന്ധമെല്ലാം ഉൾക്കൊള്ളുന്ന ഹൃദയസ്പർശിയായ തനിക്ക് വേണ്ടിയുള്ള ഒരു രേഖപ്പെടുത്തൽ, അതാണ് ഡയറി. അത്തരത്തിലേക്ക് നിങ്ങളുടെ ഡയറികൾ ഇനി മാറേണ്ടതുണ്ട്. ഒരു ഡയറി ഞാൻ വെറുതെ വാചികമായി പറയാം. ഒരു ഡയറിയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. തീയതിയുണ്ട്, ദിവസമുണ്ട്, അതിൻ്റെ പാറ്റേണിൽ തന്നെ ഉണ്ട്. ഡയറി ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങുന്നത്. ഇന്നലെ വരെ വലിയ പേടിയിലായിരുന്നു. എത്ര പ്രാവശ്യമായി ഈ നാണക്കേട് സഹിച്ച് ജീവിക്കുന്നു. ഇന്നത് മാറി. എല്ലാവരെയും ഞാൻ ആശ്ചര്യപ്പെടുത്തി. എല്ലാവരിൽ നിന്നും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഇന്നത്തെ ദിവസം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇത് അവൻ്റെ പരാജയമൊന്നുമല്ല. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷവും ജീവിക്കണം എന്ന് അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കിട്ടിയ ഒരവസരമാണ്. അവനത് മനസ്സിലാക്കട്ടെ. അവൻ്റെ ഭാവിയും അവൻ സുരക്ഷിതമാക്കട്ടെ. ഒരപകടത്തിലും ഇനി പെടാതിരിക്കട്ടെ. ഒപ്പ് ഒരു ഡയറിയാണ്. കഴിഞ്ഞു ഡയറി. ഈ ഡയറി വായിക്കുന്ന അല്ലെങ്കിൽ കേട്ട നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇടയ്ക്ക് അധ്യാപികയ്ക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഡയറി എഴുതിയത് ആമയും മുയലും തമ്മിൽ ഓട്ടപ്പന്തയം കഴിഞ്ഞപ്പോൾ അതിൽ നടാടെ വിജയിച്ച ആമ അന്ന് വൈകുന്നേരം എഴുതിയ ഡയറിയാണ്. ഇതിൽ ആത്മാംശമുണ്ട്, ഇന്നലകളുമായി ബന്ധമുണ്ട്, ആത്മഗതമുണ്ട്, പ്രതീക്ഷകളുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ഭാഷയുണ്ട്. മനസ്സിലായില്ല വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കില്ലാതിരിക്കുമോ? തെറ്റിദ്ധാരണയാണത്. മനസ്സിലാകരുത്. ഇതിനാണ് നിങ്ങൾക്ക് A+. ഇതാണ് ഡയറിയിലെ ഭാഷ. ഇനി നമുക്ക് കത്തിലേക്ക് കടക്കാം. കത്ത് ഡയറിയോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നായതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങളുമായി അത് പങ്കുവയ്ക്കാമെന്ന് തീരുമാനിച്ചത്. കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കാലത്ത് അത് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ലെങ്കിലും പണ്ട് കാലത്ത് വ്യാപകമായി നമ്മളെല്ലാവരും ആശ്രയിച്ചിരുന്ന ഒന്നാണ് കത്ത്. ആദ്യമേ പറയട്ടെ, 2 തരം കത്തുണ്ട്. അതിൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കത്ത് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും ബന്ധങ്ങൾ പുതുക്കാനും എല്ലാം ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഒരു കത്താണ്. മറ്റൊരു കത്ത്, അത് മലയാളത്തിലാണെങ്കിൽ പോലും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് പരാതികൾ കൊടുക്കാനും അപേക്ഷകൾ സമർപ്പിക്കാനും ഒക്കെയുള്ള ഒരു കത്താണ്.
നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത് മലയാള ഭാഷയുമായി ഭാഷാപഠനവുമായി ബന്ധപ്പെട്ട സാഹിത്യ രൂപത്തിലുള്ള സാഹിത്യം കലർന്ന രചനാശൈലിയുള്ള സൗഹൃദവുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കത്തുകളാണ്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തരത്തിലുള്ള കത്തുകൾ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പല നിവേദനങ്ങളായി അപേക്ഷകളായി അധ്യാപകർ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സാഹിത്യം കലർന്ന സാഹിത്യരൂപേണയുള്ള രചനാശൈലി അനിവാര്യമായ കത്തുകളെക്കുറിച്ച് പഠിക്കാം. ഈ കത്തുകളാണ് മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളത്. ഡയറിക്ക് ഒരു വായനക്കാരനാണെങ്കിൽ ഇത്തരത്തിലുള്ള കത്തുകൾക്ക് എത്ര വായനക്കാരുണ്ട്? അതെ, 2 വായനക്കാരുണ്ട്. ഒന്ന് എഴുതുന്ന ആളും മറ്റൊന്ന് വായിക്കുന്ന ആളും. ഒരു കത്ത് ഒരു തവണ എഴുതിയാൽ അത് ഒന്നുകൂടി വായിച്ചു നോക്കും സ്വാഭാവികമായിട്ടും നമ്മൾ. എന്നാൽ യഥാർത്ഥ ഉപഭോക്താവ് ഇത് സ്വീകരിക്കുന്ന ആളാണ്. ഇപ്പം 2 പേർ വായനക്കാരാകുന്ന സ്ഥിതിക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളാം. 2 പേരുടെയും ആത്മാംശം കലർന്ന ഭാഷ കത്തിൽ ഉപയോഗിക്കാം. ഡയറിയിൽ ഒരാളുടെ മാത്രമേ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ളൂ. എന്നാൽ 2 പേരുടെ ആത്മാംശം കലർന്ന ഭാഷ 2 വായനക്കാരുള്ള 2 പേർക്ക് മുഴുവനായും മനസ്സിലാക്കുന്ന ഭാഷയുള്ള കത്തുകളാണ് നാം എഴുതേണ്ടത്. കത്തുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളാണ്. ആരായിരുന്നു അച്ഛൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മകൾ ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളിൽ നിന്നും ഏറെ അകന്ന് മസൂറിയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മകൾ ഇന്ദിരയ്ക്ക് കത്തുകൾ അയക്കുന്നത്. അത് കേവലം സുഖാന്വേഷണങ്ങൾ ആയിരുന്നില്ല. പല കാര്യങ്ങളും അതിലെ കത്തുകളിലൂടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഭൂമിയുടെ ഉത്ഭവത്തെപ്പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, മതങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, മനുഷ്യവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, കാടിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ആര്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, രാമായണത്തെക്കുറിച്ച് മഹാഭാരതത്തെക്കുറിച്ച് എല്ലാം തന്നെ പരാമർശിക്കുന്നുണ്ട്. കത്തുകളിലൂടെ മകളെ അറിയിക്കുകയാണ് താൻ കണ്ട ലോകത്തെക്കുറിച്ച്, താൻ മനസ്സിലാക്കിയ ലോകത്തെക്കുറിച്ച്, നീ മനസ്സിലാക്കേണ്ട ലോകത്തെക്കുറിച്ച്. പിന്നീട് ആ കത്തുകളെല്ലാം സമാഹരിച്ചൊരു പുസ്തക രൂപത്തിൽ ഇറങ്ങി. അത് ഒരു യാത്രാ വിവരണം പോലെ വായിച്ചെടുക്കാൻ കഴിയുന്നു ഇന്ന് മറ്റു വായനക്കാർക്ക്. അതുകൊണ്ട് കേവലം 2 വായനക്കാർ മാത്രമാണ് കത്തിനുണ്ടാവുക എന്ന് വിചാരിക്കേണ്ടതില്ല. പല സാഹിത്യകാരന്മാരുടെയും കത്തുകൾ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്? അതിൻ്റെ ആവിഷ്കാര രീതി, അതിലെ ഭാഷയുടെ സൗന്ദര്യം. ഇത്തരത്തിൽ പല കത്തുകളും പിന്നീട് പുസ്തകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ബഷീർ ഒരു പത്രപ്രവർത്തകൻ അയച്ച കത്തുകൾ വരെ ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. EMSൻ്റെ കത്തുകളുണ്ട്. അങ്ങനെ പല കത്തുകളും പിന്നീട് സാഹിത്യ രൂപത്തിൽ പുസ്തകങ്ങളായിട്ട് ഇറങ്ങി. നമുക്ക് കത്തിൻ്റെ രൂപഘടനയെ ആദ്യം പരിചയപ്പെടാം. ഇത് പരിചയപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ കാലത്ത് കത്ത് ഇല്ല എന്നേ ഉള്ളൂ. കത്ത് എന്ന ആശയത്തിലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജുകളായും ഇമെയിലുകളായും ഒക്കെ നമ്മൾ ഇന്നും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പഴയ രൂപമായിരുന്നു കത്ത്. ആ കത്തിൻ്റെ ഘടനാപരമായ ചില സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ എഴുതുന്ന കത്തിൽ അത് ഉൾപ്പെടുത്തുക. ഇതാണ് ഒരു കത്തിൻ്റെ രൂപഘടന. ഈ കത്ത് ഏത് സ്ഥലത്തു നിന്ന് എഴുതി, എന്നാണ് എഴുതുന്നത്, അതാ കത്തിൻ്റെ വലതുഭാഗത്തെ മുകൾ ഭാഗത്ത് നമ്മൾ എഴുതി ചേർക്കണം നിർബന്ധമായും. ആർക്കാണ് ഈ കത്ത് എഴുതുന്നത്? പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ട അമ്മേ, അച്ഛ, അതേതാണോ നിങ്ങളുടെ ആത്മാംശം കലർന്ന ഭാഷ, ആ ഭാഷയിലുള്ള അഭിസംബോധന. തുടർന്ന്
വായനക്കാരന് യാതൊരു സംശയവുമില്ലാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയം, സർഗാത്മകത നിറഞ്ഞ ഭാഷ അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിനുശേഷം താഴെ നിങ്ങളുടെ പേരെഴുതി ഒരു ഒപ്പ് ചേർത്ത് വയ്ക്കുക. പിന്നീട് നമ്മളിത് അയക്കാനുള്ളതല്ലെങ്കിലും അതിൻ്റെ താഴെ ആർക്കാണോ ഈ കത്ത് ലഭിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം, അഡ്രസ് എന്ന് നാം പറയില്ലേ, മേൽവിലാസം എന്നെഴുതി അവിടെ ഒരു കോളം വരച്ച് വയ്ക്കുക. ഇത് അതിൻ്റെ ഘടനാപരമായ ഒരു രൂപമാണ്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് അതിലെ ഭാഷയാണ്, കത്തിലെ ഭാഷ. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. കത്തിലെ ഭാഷയിൽ ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങൾ ഒന്ന് പരിചയപ്പെടൂ. നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുകയുമാകാം. ഡയറിയുടെയും കത്തിൻ്റെയും ഒക്കെ ഈ സവിശേഷതകൾ നിങ്ങൾ എഴുതി വയ്ക്കണം. ഒന്ന്, അതിൻ്റെ രൂപഘടന ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തീയതി, സ്ഥലം, വിലാസം, അഭിസംബോധന എല്ലാം തന്നെ അതിൽ വേണം. 2, ആത്മാംശം കലർന്ന ഭാഷയായിരിക്കണം. മൂന്നാമതൊരു വായനക്കാരന് ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് വിലയിരുത്തുന്ന നിങ്ങളുടെ അധ്യാപികയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലത് പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല. അത്തരത്തിൽ കത്ത് എഴുതുന്ന ആളും കത്ത് സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിങ്ങൾ എഴുതുന്നത് മറ്റൊരാൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ആത്മാംശം കലർന്ന ഭാഷ കത്തിൽ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് സ്വീകരിക്കുന്ന ആളോട് ചില ചോദ്യങ്ങൾ നിങ്ങൾക്കാവാം. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഇതിൻ്റെ മുന്നേ നിങ്ങളോട് പല കാര്യങ്ങളും കത്തിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളാകാം. ചില പുതിയ അറിയിപ്പുകളാകാം കത്തിൽ. അതെല്ലാം അത്യന്താപേക്ഷിതമാണ് കത്തിൽ. അതുപോലെ തന്നെ വൈകാരികത ഉണർത്തുന്ന ഭാഷ കത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ശ്രമകരമായ ജോലിയാണ്, ഒരു സാഹിത്യ പ്രവർത്തനം തന്നെയാണ് വൈകാരികമായ ഭാഷ കത്തിൽ ഉൾപ്പെടുത്തൽ. മറ്റൊരു റിപ്പോർട്ടിംഗ് ആണ്, ഒരറിയിപ്പ് പോലെ തോന്നും. കത്ത് അങ്ങനെയല്ല. പ്രത്യേകിച്ചും സൗഹൃദത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള, ബന്ധങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കത്തുകൾ ഈ 2 വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ അതിൽ വൈകാരികമായ അംശം ഉണ്ടായിരിക്കണം. ആ വൈകാരികത ഉണർത്തുന്ന ഭാഷ കത്തിലുണ്ടാവണം. അത് അനിവാര്യമാണ്. വൈകാരികത നിറഞ്ഞ ഒരു ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ കത്ത് കത്താവുകയുള്ളൂ എന്ന് നമുക്ക് പറയാം. ഒരു ഉദാഹരണം, ഒരു ചെറിയ കത്ത് 2 തരത്തിൽ എഴുതുമ്പോൾ ഏതാണ് ഫലം കാണുക എന്നുള്ളതാണ് കത്ത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിയാറായി, ഹൈസ്കൂളാണ്. ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ സൈക്കിള് ഒക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ. അപ്പോൾ അതിങ്ങനെ പല മോഡലുകൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഗിയർ, അങ്ങനെ കുറച്ച് പൈസ കൂടിയതൊക്കെ ഉണ്ട്. ഏറ്റവും പൈസ കൂടിയത് തന്നെ വേണം നമുക്ക്. അപ്പോഴാണ് അതൊരു പൂർണ്ണത കിട്ടൂ. വീട്ടിലെ കഷ്ടപ്പാടുകൾ അതൊന്നും നമ്മളെ അത്ര ബാധിക്കാറില്ല. ചിലവരൊക്കെ അത് ഒന്ന് ചിന്തിപ്പിക്കും, ചിലവർക്ക് അത് പ്രശ്നമാക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു അച്ഛൻ ആരാണെങ്കിലും അവർ വിദേശത്താണ്, വലിയ പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണ്, ഈ നമ്മുടെ COVID-19 കാലഘട്ടമായതുകൊണ്ട് പലരും പണിയില്ലാതെ ഇരിക്കുകയാണ്. ഉള്ള സമ്പാദ്യം അവർ കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്തേ വേണ്ടു? സൈക്കിളേ വേണ്ടു. അപ്പോൾ സൈക്കിളിന് വേണ്ടി ഒരു കത്ത് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കത്തെഴുത്തിൻ്റെ ഇത് ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് നിങ്ങൾ കത്ത് എഴുതില്ലെങ്കിലും നിങ്ങൾ വാട്സപ്പിലാണ് ഈ കത്ത് എഴുതുന്നതെന്ന് ചിന്തിച്ചോളൂ. വാട്സപ്പിലാണ് നിങ്ങളുടെ ആവശ്യം കത്ത് രൂപേണ അറിയിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. കത്തിലെ ഭാഷ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എഴുതുകയാണ് ഒരുത്തൻ, പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങൾ 7ാം തരം കഴിയാറായി, ഇനി ഹൈസ്കൂളിലേക്കാണ് പോകുന്നത്. എനിക്ക് നടക്കാൻ വയ്യ, എല്ലാവരും സൈക്കിളിലാണ് പോകുന്നത്. അതുകൊണ്ട് അച്ഛൻ എനിക്കൊരു സൈക്കിളിനുള്ള പൈസ അയച്ചു കൊടുക്കണം. അമ്മ പറയണമെന്നും കേൾക്കണ്ട,
എനിക്കത് അത്യാവശ്യമാണ്, എന്നാലേ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയൂ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്നെ കളിയാക്കും. സ്നേഹത്തോടെ അച്ചു ഒപ്പുവിട്ടു, ഇനി അതിൽ കുറവ് വേണ്ട വെച്ചിട്ട് അയച്ചു. ഇതൊരു രീതിയാണ്. അച്ചു വേറെ രീതിയിലായിരുന്നു വിചാരിക്കുക, അച്ചു മറ്റൊരു രീതി എഴുതി നമുക്ക് വിചാരിക്കാം. പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങൾ 7ാം ക്ലാസ് കഴിയുകയാണ്. നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും ഹൈസ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. എല്ലാവർക്കും പുതിയ സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നോട് അവർ ചോദിച്ചു, നീ പുതിയ സൈക്കിളിലല്ലേ വരിക എന്നുള്ളത്. ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, അച്ഛൻ സൈക്കിൾ തരുന്ന സമയം എന്നോട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛനോട്. പിന്നെ വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഉണ്ടായിട്ട് വേണ്ടേ, 1 കൊല്ലം കഴിഞ്ഞിട്ടായാലും മതി. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അച്ഛൻ്റെ കുട്ടി നന്നായി പഠിക്കും, എനിക്ക് നടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചുരുക്കട്ടെ, സ്നേഹത്തോടെ അച്ചു. അപ്പോൾ ആദ്യത്തെ കത്ത് കിട്ടിയപ്പോഴാണോ 2ാമത്തെ കത്ത് കിട്ടിയപ്പോഴാണോ അച്ചുവിൻ്റെ സൈക്കിൾ എന്ന മോഹം പൂവണിയ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും 2ാമത്തെ കത്താണ്. 2ാമത്തെ കത്ത് അച്ചു എഴുതുകയാണെങ്കിൽ സൈക്കിൾ കിട്ടും. ആദ്യത്തെ കത്ത് എഴുതിയാൽ ഇടയ്ക്ക് അച്ഛൻ ഫോൺ വിളിക്കും അമ്മയെ, എന്നിട്ട് അച്ചുവിന് കൊടുക്കാൻ പറയും, 4 ചീത്തയും പറയും. ഇതാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ അച്ചുവിന് പുതിയ സൈക്കിൾ കിട്ടാൻ ഇടയാക്കിയ കാര്യമെന്താണ്? വൈകാരികത ഉണർത്തുന്ന, ആത്മാംശം കലർന്ന ഭാഷ അവൻ കത്തിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അത് അച്ഛനെ വൈകാരികമായി തട്ടിയുണർത്തി. അച്ഛൻ്റെ മകനോടുള്ള സ്നേഹത്തെ അത് ഊട്ടിയുറപ്പിച്ചു. തൻ്റെ എല്ലാ കഷ്ടതകളും മറന്ന് അവന് ഒരു സൈക്കിൾ ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകത ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. അതിൽ അച്ചുവിൻ്റെ കത്ത് വിജയിച്ചു. ഇത്തരത്തിൽ ആത്മാംശം കലർന്ന ഭാഷകളാണ് കത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഇത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ എന്തൊരറിയിപ്പാണെങ്കിലും, സൗഹൃദങ്ങളെ പുതുക്കലാണെങ്കിലും, നിങ്ങളുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനാണെങ്കിലും എല്ലാം ആത്മാംശം കലർന്ന ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള കത്തുകൾ തുടർന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. അത്തരത്തിലുള്ള ഡയറികളും അത്തരത്തിലുള്ള കത്തുകളും നിങ്ങളുടെ ഈ നിലവാരത്തിനനുസരിച്ച് എഴുതി വിജയിക്കാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കൂടുതൽ പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലക്ഷ്യങ്ങൾ സഫലമായി. നിങ്ങൾക്കേവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.